ചേട്ടാ, സി പി എമ്മിൽ എപ്പോഴും പൊട്ടിത്തെറിയാണ്. ആ പൊട്ടിത്തെറിനെ ഇപ്പോൾ ഉറപ്പാക്കുകയാണ്. അതായത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ മികവില്ലാത്തത് കൊണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. ഇത് CPM-ൽ വീണ്ടും ഒരു പൊട്ടിത്തെറിയിലോട്ടാണോ കലാശിക്കുന്നത്? പൊട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവൊന്നും നിലവിൽ EP ജയരാജനില്ല. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായി തന്നെ പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്ന ഒരു ആളായി മാറിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നിലവിൽ എപ്പോഴും എല്ലാ കാലത്തും വിവാദങ്ങളിൽ പെടുന്ന ഒരാളാണ്. അനാവശ്യമായി തന്നെ പല വിവാദങ്ങളിലും അദ്ദേഹം പെടുകയും അത് പാർട്ടിക്ക് അവസാന ഘട്ടത്തിൽ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അദ്ദേഹം മികച്ചൊരു നേതാവാണ്. കാരണം കുട്ടിക്കാലം മുതൽ തന്നെ DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാമായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു ജയരാജൻ. പക്ഷെ ജയരാജൻ പിന്നീട് പല ചുമതലകളിലെത്തി പാർട്ടിയുടെ പിന്നീട് മന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2016 മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി വരുന്നു. പക്ഷേ പിന്നീട് വലിയ വിവാദങ്ങളിൽ പെടുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അദ്ദേഹത്തെ ചിറ്റപ്പൻ എന്ന രീതിയിൽ കളിയാക്കി പോലും വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മരണം ഉണ്ടാകുന്നുണ്ട്. ആ മരണത്തിന് ശേഷം ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തന്നെ തിരഞ്ഞെടുക്കുമെന്ന്. പക്ഷെ ഇങ്ങനെ നിരന്തരം തലവേദന ഉണ്ടാക്കുന്ന ഒരു അംഗത്തെ വീണ്ടും ആ ചുമതലയിലേക്ക് കൊണ്ടുവന്നാലുള്ള കാര്യം ഒന്നാമത്തെ പാർട്ടിയുടെ തളർച്ചയിലാണ്. ഈ തുടർ ഭരണവും അതോടൊപ്പം തന്നെ ഈ അനാവശ്യമായ വിവാദങ്ങളും പിണറായിയുടെ ഏകാധിപത്യ നിലപാടുമെല്ലാം പാർട്ടിയെ ഒരു രീതിയിൽ തളർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് BJP കടന്നു കയറാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അത് പ്രധാനമായും ഈ CPM-ലെ ഹൈന്ദവ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിച്ച് അതിലൂടെ വളരാമെന്നാണ് BJP-യുടെ ശ്രമം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് BJP-യുടെ വലിയ കടന്നുകയറ്റം നിൽക്കുന്നു. അങ്ങനെ നിരന്തര വിവാദങ്ങളിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തന്നെ ഈ ജയരാജനെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറിയാക്കി കൊണ്ടുവരികയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തെക്കാൾ ജൂനിയറായ MP ഗോവിന്ദനെ പാർട്ടിയുടെ സെക്രട്ടറിയായി കൊണ്ടുവരുന്നത്. ഇതെന്തായാലും അദ്ദേഹത്തിന് അങ്ങനെ ദഹിച്ചിട്ടില്ല. അതിന്റെ വിരോധമാണോ അദ്ദേഹം തുടർച്ചയായി തന്നെ ഈ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഈ പാർട്ടി ചിഹ്നത്തിന് വേണ്ടിയാണ് പാർട്ടി മത്സരിക്കുന്നത്. കാരണം വർഷങ്ങളായുള്ള ഈ പാർട്ടി മത്സരിക്കുകയാണ്. പക്ഷേ ഈ 4-5 MP ലഭിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ ചിഹ്നം തന്നെ നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിന്റെ അന്നാണ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഞാൻ BJP-യുടെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അതിന്റെ എന്താണ് ആവശ്യം? അദ്ദേഹം വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് തുറന്നു പറഞ്ഞാൽ പോരെ. ഇത് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തു വന്നിട്ടാണ് ഈ മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുന്നത്. അത് എന്തായാലും ഈ അണികളിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇനി BJP-യിലേക്ക് പോകുമോ, അതോ ഇനി നമ്മളെ പാർട്ടി തകരുമോ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകും. ഇതെന്തായാലും പാർട്ടിയെ വലിയ രീതിയിൽ അണികളെ സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. അതേപോലെ തന്നെ നാളെ നടന്നിട്ടുണ്ട്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. കോൺഗ്രസ് വലിയ വിജയം നേടിയപ്പോൾ CPM-ന് ലഭിച്ചത് ആകെ ആലത്തൂർ മാത്രമാണ്. ആ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമുണ്ട്. കണ്ണൂരും അതോടൊപ്പം തന്നെ കോഴിക്കോടും ആറ്റിങ്ങലും ആലപ്പുഴയും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും CPM-ന് വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം അങ്ങനെ പാർട്ടി വിലയിരുത്തിയാണ് അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുവാൻ തീരുമാനമായത്. പക്ഷെ അത് പിന്നീട് ഇതിനെക്കുറിച്ച് അദ്ദേഹവും പ്രതികരിച്ചിട്ടില്ല, പാർട്ടിയും പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ EP ജയരാജനെ പാർട്ടിയുടെ ചുമതലയിൽ നിന്നും മാറ്റിയതെന്ന ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്തായാലും ഈ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രവർത്തനത്തിൽ ഉണ്ടായ വീഴ്ചയാണ് അദ്ദേഹത്തെ LDF-ന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പലതവണ അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട്. ഈ വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരാളെ കൺവീനർ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ പരിമിതികളും എന്തെല്ലാം തെറ്റുകളും അദ്ദേഹത്തിനോട് തന്നെ പാർട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പരിഹരിച്ച് മുന്നോട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പാർട്ടി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്നും മാറ്റിയതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായ വിവാദം, ഈ BJP നേതാവിനെ കണ്ടതായുള്ള വിവാദവും ഇദ്ദേഹത്തിന്റെ ഈ കൺവീനർ സ്ഥാനത്തിൽ നിന്നും മാറ്റിയതിൽ അദ്ദേഹം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് തോന്നുന്നത് ഈ ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് EP ജയരാജൻ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും വിവാദം അവസാനിച്ചിട്ടില്ല. ഈ ഇടക്കാലത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ദിവസമുണ്ടല്ലോ,
ആ ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിന് ശേഷം അവിടെ BJP വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കണ്ണൂരും അതോടൊപ്പം തന്നെ ഈ ആറ്റിങ്ങലെല്ലാം BJP CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വലിയ രീതിയിൽ കടന്നു കയറാൻ ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയുടെ നിലനിൽപ്പാണ്. അണികളെ തന്നെ ബോധ്യപ്പെടുത്തണം, നമ്മുടെ പാർട്ടി തകർന്നിട്ടില്ല, ഈ വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെന്ന് തെളിയിക്കാനുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ സമയം ഉണ്ടായിരുന്നത്. വയനാടും ചേലക്കരയും പാലക്കാടും. ചേലക്കര ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെയെങ്കിലും ബോധ്യപ്പെടുത്തണമല്ലോ, തങ്ങളുടെ പാർട്ടിക്കാരെങ്കിലും ബോധ്യപ്പെടുത്തണം, പാർട്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല, തങ്ങളുടെ വോട്ട് ബാങ്കുകൾ അവിടെ തന്നെ ഉണ്ട്, ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ ഉണ്ടായത്. ആ ദിവസം തന്നെ അദ്ദേഹം പുതിയ തന്ത്രവുമായി വന്നു. ഏതാണ്? തന്റെ ബുക്ക് വിവാദത്തിൽ അദ്ദേഹം പറയുന്നത്, രാവിലെ പറഞ്ഞ അങ്ങനെ ഞാനൊരു ബുക്ക് എഴുതുന്നതിനെ കുറിച്ചോ അങ്ങനെയൊന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ വിവരങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അടുത്ത ഉച്ചയാകുമ്പോൾ പറയുന്നത് എന്റെ ബുക്ക് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ DC ബുക്കിന് നൽകിയിട്ടില്ല, ഇത് ആരാണ് പുറത്തുവിട്ടതെന്ന്. അവസാനം പറയുന്ന DC ബുക്കിനെതിരെ ഇയാൾ പരാതി നൽകുകയാണ്, EP ജയരാജൻ. അങ്ങനെയാണെങ്കിൽ താൻ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ വന്നിട്ടുണ്ട് ഈ വിവരങ്ങൾ? ഒരാൾ എഴുതി വിവരങ്ങൾ എങ്ങനെ പുറത്തു വന്നു? അങ്ങനെ അനാവശ്യമായ വിവാദം, അതും ആ തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിന് പിന്നിലെല്ലാം ഇദ്ദേഹത്തിന്റെ ഗൂഢാലോചന ഉണ്ടോ എന്നും പാർട്ടി സംശയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇദ്ദേഹം BJP-യുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ്. അദ്ദേഹം എന്തായാലും ചിലപ്പോൾ ഇപ്പോൾ പാർട്ടിയിൽ അദ്ദേഹത്തിന് വലിയ പരിഗണനയൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ BJP പോകാൻ താല്പര്യപ്പെടുന്നതെന്ന് CPM-നുള്ളിൽ തന്നെ അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ കൊണ്ട് തന്നെ തനിക്കെതിരെ നടപടി വാങ്ങിയ ശേഷം തനിക്ക് BJP-യിലേക്ക് പോകാനുള്ള കളമൊരുക്കുകയാണോ എന്നും ഈ CPM സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് പാർട്ടിയും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പാർട്ടിയെ കൊണ്ട് ഇപ്പോൾ P ജയരാജന് വലിയ ഗുണമൊന്നുമില്ല. പ്രത്യേകിച്ച് പണ്ടെല്ലാം ദേശാഭിമാനി പത്രത്തിന് വേണ്ടി വലിയ രീതിയിൽ സാമ്പത്തിക സഹായം നേടിയെടുക്കുവാൻ ശ്രമം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ടും മറ്റൊരു രീതിയിലെല്ലാം അദ്ദേഹം വലിയ സാമ്പത്തിക സ്രോതസ്സായിരുന്നു. പാർട്ടി എല്ലാ കാലത്തും സാമ്പത്തികമായി പ്രതിസന്ധിയിൽ പോകുമ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ടെല്ലാം തന്നെ പാർട്ടി അദ്ദേഹത്തിന് വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ഒരാളെ സഹായിക്കണമെന്നില്ലല്ലോ. പാർട്ടിയിൽ പുതിയ തലമുറ മാറ്റം വരുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ തന്റെ കഴിവ് പിന്നീടുണ്ടല്ലോ ഈ വിമാനവുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ വിവാദമുണ്ടായിരുന്നു. എന്തായാലും അന്നെന്തോ ഈ യൂത്ത് കോൺഗ്രസ് സമരം വന്നപ്പോൾ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാർ വിമാനത്തിനുള്ളിൽ കയറി സമരം ചെയ്തിരുന്നു പിണറായി വിജയനെതിരെ. അപ്പോൾ ഇദ്ദേഹം പിടിച്ചു തള്ളുന്നു. എന്നിട്ട് ഒരു പ്രസ്താവനയും ഇറക്കി, ഞാൻ ഇനി ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന് പറഞ്ഞു. കാരണം അന്ന് ആ പ്രശ്നമുണ്ടായപ്പോൾ ഈ യാത്രക്കാരെ പിടിച്ചു തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായി. കാരണം അന്ന് സമരത്തിന് വന്നവരെ പിടിച്ച് സമരക്കാർക്കെതിരെയും നടപടി ഉണ്ടായി, ഇദ്ദേഹത്തിനെതിരെ നടപടിയുണ്ട്. ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഇൻഡിഗോ വിമാനത്തിൽ കയറില്ലെന്ന് പറഞ്ഞു. പിന്നീട് മംഗലാപുരം വഴി അദ്ദേഹം ഇൻഡിഗോ വിമാനത്തിൽ പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും CPM-ന്റെ ഒരു തമാശ കഥാപാത്രമായി ഇദ്ദേഹം മാറുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുള്ള കാരണം ഇപ്പോൾ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പാർട്ടിക്ക് കണ്ണൂരാണല്ലോ പാർട്ടി ഈ ഗോവിന്ദന്റെ ആയാലും EP ജയരാജന്റെ ആയാലും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം കണ്ണൂരാണ്. പക്ഷെ കണ്ണൂരിൽ ഇപ്പോൾ ഇയാൾക്ക് പഴയ സ്വാധീനമൊന്നുമില്ല. കാരണം അവിടെ പുതിയ തലമുറ നേതാക്കൾ വളർന്നു വന്നിട്ടുണ്ട്. അവരിലേക്ക് പാർട്ടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പക്ഷെ ഇപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. BJP-യിലേക്ക് പോകുമെന്ന ചർച്ച ഉണ്ടാകുന്നു. പക്ഷേ ഇടക്കാലത്ത് എന്തായാലും പാർട്ടി സമ്മേളനങ്ങളിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന ഏരിയ സമ്മേളനം അതോടൊപ്പം തന്നെ പല സമ്മേളനങ്ങളിൽ സജീവമാകുവാനല്ല ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാൻ BJP ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാർട്ടിക്ക് CPM-ന് ഇനി വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ ഇനി ഗുണമുള്ളത് BJP-ക്കാണ്. കാരണം അവിടെ ഒരു CPM-ന്റെ ഒരു പ്രമുഖനായ നേതാവിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചതായി അവകാശപ്പെടാനുള്ള ഉദാഹരണം ഇപ്പൊ അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ അനിൽ ആന്റണിയെ കൊണ്ട് കേരളത്തിൽ BJP-ക്ക് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ ആന്റണിയുടെ മകനെന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അങ്ങനെ ആന്റണിയുടെ മകനെ BJP-യിൽ എത്തിച്ചു എന്നൊരു ഇമേജ് സ്വന്തമാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കുവാൻ ഈ EP ജയരാജൻ BJP-യിലേക്ക് വന്നാൽ കഴിയും.